പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഡിസ്ചാർജ് സമ്മറിയാണ്. കിംസ് ഹോസ്പിറ്റൽ. അത് വളരെ കൃത്യമായി നമുക്ക് ഇതിനകത്ത് കാണാം. ഇത് കിംസ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കിംസ് ആശുപത്രിയിൽ നിന്നുള്ള ഡിസ്ചാർജ് സമ്മറി അയച്ചു കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, ഇതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു പ്രതിയെ ജയിലിലേക്ക് വിടാൻ പറ്റുമെന്ന് ചോദിച്ചു. അവരെല്ലാവരും എന്നോട് ഐക്യകണ്ഠേന പറഞ്ഞില്ല, ഇതുപോലെ ഗൗരവമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു പ്രതിയെ ഒരു കാരണവശാലും ജയിലിലേക്ക് വിടാൻ പാടില്ല. ആരോഗ്യ പ്രശ്നമുള്ള ഒരു പ്രതിയെ, ആ പ്രതിക്ക് ആരോഗ്യ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ള പരിശോധന നടത്താതെ ഏകപക്ഷീയമായി ആ പ്രതിയെ ജയിലിലേക്ക് വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിഗുരുതരമായിട്ടുള്ളൊരു ഒഫൻസാണ്. നമസ്കാരം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അടച്ചിരിക്കുകയാണ് നമ്മുടെ കോടതി. ഈ കോടതിക്ക് എന്താണ് പറ്റിയതെന്ന് പൊതുജനങ്ങളും ചോദിക്കുന്നു. സർ, സത്യത്തിൽ കോടതികൾക്ക് എന്താണ് പറ്റിയത്? അല്ല, ഞാൻ ഇന്നിപ്പോൾ സുമേഷിനോട് കോടതികൾക്ക് എന്താണ് പറ്റിയത് എന്നുള്ള വിഷയം സംബന്ധിച്ചല്ല പറയാൻ പോകും. അത് പൊതുവിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് സുമേഷായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്ത ജനുവരി 9 ഈ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ് 3 അതിൻ്റെ ഒരു കോടതി വിധിയുണ്ട്. ആ വിധിയെക്കുറിച്ച് മാത്രമാണ് ഞാനിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത് വരുമ്പോഴത്തേക്ക് കോടതിയെക്കുറിച്ചുള്ള പൊതു നിയമങ്ങൾ ഞാൻ പറയാം. പക്ഷേ ഇപ്പം ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വിധിയെക്കുറിച്ചാണ്. കാരണം ഈ വിധിയുടെ അടിസ്ഥാനത്തിലാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ വിധി, എൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ജഡ്ജിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. കാരണം പേര് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എനിക്കെതിരെ കോടതി രക്ഷ കേസ് വരികയും ഞാൻ വീണ്ടും ഇപ്പോൾ ജയിലിൽ പോയി കിടക്കാനുള്ള സമയമില്ല. അതെ, അതിനുള്ള സമയമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. പക്ഷേ ഈ കോടതി വിധിയെയാണ് ഞാൻ നിശിതമായി ഇന്നൊന്ന് വിമർശിക്കാൻ പോകുന്നത്. കോടതി വിധികളെ വിമർശിക്കാനുള്ള അവകാശാധികാരം സുപ്രീം കോടതി തന്നെ പൗരന്മാർക്ക് നൽകിയിട്ടുണ്ട്. ജഡ്ജിമാരെ മോട്ടിവേറ്റഡായി വിമർശിക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കോടതിയെ വിമർശിക്കാനുള്ള അവകാശം ഉണ്ട്, ജഡ്ജിമെൻറ്റിനെ വിമർശിക്കാം. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വിധി എടുത്തുനിന്ന് പരിശോധിക്കുന്നത്. പറയാം. ഈ വിധി ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. 4 പേജുള്ള വിധിയാണ്. ഈ വിധിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചത്. ഈ വിധിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എന്തൊക്കെ പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അപ്പാടെ അങ്ങ് അംഗീകരിക്കുകയാണ് കോടതി വിധി ചെയ്തിട്ടുള്ളത്. പ്രോസിക്യൂഷൻ കോടതിയോട് പറഞ്ഞു ഇത് വളരെ ഗൗരവമുള്ള ഒരു കുറ്റമാണ് എന്ന് കോടതിയോട് പ്രോസിക്യൂഷൻ പറഞ്ഞു. അത് കോടതി അങ്ങനെ തന്നെ അംഗീകരിച്ചിട്ട് പറഞ്ഞു ഒഫൻസ് അലജ്ഡ് ഈസ് സീരിയസ് ഇൻ നേച്ചർ. അതുപോലെ തന്നെ 41A എന്ന് പറഞ്ഞൊരു നോട്ടീസ് കൊടുത്തിരുന്നു. ആ നോട്ടീസ് കൊടുത്തത് ശരിയായ രീതിയിലല്ല എന്ന് പ്രതിഭാഗം പറഞ്ഞിരുന്നു. അത് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷമല്ലേ? അതിനകത്ത് കാര്യമില്ല. ദ കണ്ടൻഷൻ റിഗാർഡിംഗ് ദ ലീഗാലിറ്റി ഓഫ് ദ 41A നോട്ടീസ് വാസ് ഓൾസോ നോട്ട് ടു ബി ഡിസ്കസ്ഡ് അറ്റ് ദി സ്റ്റേജ്. ഈ സ്റ്റേജിൽ ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് തള്ളുന്നു. അതുപോലെ തന്നെ 10 വർഷത്തിന് മേൽ കുറ്റം ചുമത്തിയിട്ടുള്ള 10 വർഷത്തിന് മേൽ ശിക്ഷ കിട്ടുന്ന കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് കൊണ്ട് 41A നോട്ടീസ് വേണ്ട എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം. അതും അംഗീകരിക്കുന്നു. എന്നാൽ അതിനുശേഷം പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട്. ആ ഭാഗമാണ് ഏറ്റവും നിർണായകവും. അതിലാണ് കോടതിയുടെ നിലപാട് പരിപൂർണമായി തെറ്റിപ്പോയി എന്ന് ഞാൻ വാദിക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പ്രതിഭാഗം പറഞ്ഞിരിക്കുന്നു. അതായത് അതിനകത്ത് പറയുന്നത് പെറ്റീഷൻ വാസ് അഡ്മിറ്റഡ് ഫ്രം 3/1/2024 to 6/1/2024 in the Department of Neurology for recurrent TIA, left hemiparesis, tropical fever, dyslipidemia, and he was advised to take regular medications. In support of the same, Pradi had produced a photocopy of the discharge summary of the treated hospital. എന്നും പറഞ്ഞിട്ട് പ്രതിഭാഗം പറഞ്ഞു. ഇത് സംബന്ധിച്ച് പ്രോസിക്യൂഷൻ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. എന്നാൽ ജഡ്ജി ഈ മജിസ്ട്രേറ്റ് ഉന്നയിക്കുന്ന ചില വാദങ്ങളുണ്ട്. ആ വാദങ്ങളൊന്നും എടുത്ത് നമ്മൾ ചർച്ച ചെയ്യാതെ പറ്റില്ല. അതിനകത്ത് ഇവർ പറയുന്നത്, കൺസിഡറിംഗ് ദ സബ്മിഷൻ മെയ്ഡ് ബൈ ദ ലേണഡ് കൗൺസിൽ regarding the medical ground of the petitioner, it is pertinent to note that there is nothing discernible from the discharge summary that in which hospital the petitioner was admitted. എന്ന് പറഞ്ഞാൽ ഇത് പെറ്റീഷണർ ഏത് ആശുപത്രിയിലാണ് അഡ്മിറ്റ് ചെയ്തതെന്നുള്ള സംബന്ധിച്ച് മനസ്സിലാവുന്നില്ല. അതാണല്ലോ അതിൻ്റെ മലയാളം. ദ നെയിം ആൻഡ് സീൽ ഓഫ് ദ ഹോസ്പിറ്റൽ വാസ് നോട്ട് ഡിസേണബിൾ ഫ്രം ദ ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് സമ്മറിയിൽ നിന്ന് നെയിമും ഹോസ്പിറ്റലിൻ്റെ നെയിമും സീലും ഇതൊന്നും ഉണ്ടായിരുന്നില്ല.
ഇതാണ് അവരുടെ 2 വാചകങ്ങൾ. ഈ 2 വാചകങ്ങൾ നമ്മളൊന്നെടുത്ത് പരിശോധിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കോടതിയുടെ ഉത്തരവാണല്ലോ ഈ ഉത്തരവ്. അപ്പോൾ ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവമായിട്ട് നമ്മൾ പരിശോധിക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ പോയിന്റ് എന്താണ്? ദർ വാസ് നത്തിങ് ഡിസേണബിൾ ഫ്രം ദ ഡിസ്ചാർജ് സമ്മറി ദാറ്റ് ഇൻ വിച്ച് ഹോസ്പിറ്റൽ ദ പെറ്റീഷണർ വാസ് അഡ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊന്നും കാണുന്നില്ല. ഈ പെറ്റീഷണറെ ഏത് ആശുപത്രിയിലാണ് അഡ്മിറ്റ് ചെയ്തതെന്നുള്ളതും ഇതിനകത്ത് മനസ്സിലാകുന്നില്ല എന്നാണുള്ളത്. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഡിസ്ചാർജ് സമ്മറിയാണ്. കിംസ് ഹോസ്പിറ്റൽ. അത് വളരെ കൃത്യമായി നമുക്കിതിനകത്ത് കാണാം. ഇത് കിംസ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കിംസ് ആശുപത്രിയിൽ നിന്നുള്ള ഡിസ്ചാർജ് സമ്മറിയാണ്. കിംസ് ആശുപത്രി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെങ്കിലുമുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ആശുപത്രിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൻ്റെ ഡിസ്ചാർജ് സമ്മറിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ജഡ്ജി പറയുന്നത് പിന്നെ ദർ ഇസ് നത്തിങ് ഡിസേണബിൾ ഫ്രം ദ ഡിസ്ചാർജ് സമ്മറി ദാറ്റ് ഇൻ വിച്ച് ഹോസ്പിറ്റൽ ദ പെറ്റീഷണർ വാസ് അഡ്മിറ്റഡ് എന്നുള്ളത് പച്ചക്കള്ളവും പൊട്ടത്തെറ്റാണെന്ന് ഇതിനകത്ത് തെളിഞ്ഞല്ലോ. 2 സീലും പേരും ഇതിലില്ല എന്നാണ് ഈ മജിസ്ട്രേറ്റ് പറയുന്നത്. അവിടെ മജിസ്ട്രേറ്റിന് പറ്റിയ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാഥമിക വിവരം പോലും ഇല്ലേ ഈ മജിസ്ട്രേറ്റിന് എന്നുള്ള സംശയമാണ് ഇതിനകത്തുനിന്ന് ഉയരുന്നത്. ഇപ്പം നമ്മൾ ഈ ഡിസ്ചാർജ് സമ്മറി നോക്കിയാൽ ഇതിനകത്ത് ഫസ്റ്റ് പേജിൽ തന്നെ കൺസൾട്ടേഷൻസ് എന്ന് പറഞ്ഞിട്ട് 4 ഡോക്ടർമാരുടെ പേര് പറയുന്നു. 4 ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഇൻറ്റേർണൽ മെഡിസിനിൽ ഡോക്ടർ ഹരി ടി എ, കാർഡിയോളജിയിൽ ഡോക്ടർ ബിജുലാൽ എസ്, ഇൻഫെക്ഷ്യസ് ഡിസീസസ് രാജലക്ഷ്മിയെ, എൻഡോക്രൈനോളജി പ്രദീപ് ആർ. ഇത്രയും പേരെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് അവസാനം എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ചിലപ്പോൾ ഒരു 3 പേജൊക്കെ ചിലപ്പോൾ മറച്ചു നോക്കിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂ. അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? പ്രിപ്പയർഡ് ബൈ ഡോക്ടർ സൂര്യ എസ്. അപ്പോൾ പേരില്ല എന്ന് പറഞ്ഞത് പാളിയോ? അവരുടെ അതുപോലെ തന്നെ പ്രിപ്പയർഡ് ബൈ ഡോക്ടർ സൂര്യ എസ്. ഡോക്ടേഴ്സ് നെയിം ആൻഡ് സിഗ്നേച്ചർ ഡോക്ടർ ശ്യാം ലാൽ എസ്, MD, DM, DNB, MRCP, FRCP, MNAS, സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ഗ്രൂപ്പ് കോർഡിനേറ്റർ. ഇതൊന്നും ഈ അതായത് 4ാമത്തെ പേജ് നമ്മുടെ ജഡ്ജി കണ്ടിട്ടേ ഇല്ലെന്ന് നമുക്ക് ഇതിൽ നിന്ന് അനുമാനിക്കേണ്ടി വരും. അങ്ങനെ കണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു വിധി ഒരിക്കലും ഉണ്ടാവില്ല. ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്നിട്ട് സിഗ്നേച്ചർ ഇല്ല എന്നാണല്ലോ ബഹുമാനപ്പെട്ട ജഡ്ജി പറഞ്ഞത്. അവിടെയും ജഡ്ജിക്ക് പറ്റിയ അബദ്ധം എന്താണെന്നറിയോ? ഇതിനകത്ത് എഴുതി വെച്ചിരിക്കണം ദിസ് ഈസ് ഇലക്ട്രോണിക്കലി ജനറേറ്റഡ് പ്രിൻ്റ് ഔട്ട്, സോ നോ സിഗ്നേച്ചർ ഈസ് റിക്വയർഡ്. അതായത് ഇലക്ട്രോണിക്കലി ജനറേറ്റഡ് ആയതുകൊണ്ട് സിഗ്നേച്ചർ വേണ്ട എന്നുള്ളിടത്താണ് ഇവരിതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. എന്താണ് ഇവരിതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്? പിന്നെ സിഗ്നേച്ചറും പേരും സീലും ഹോസ്പിറ്റലിൻ്റെ ഒന്നും. ഞാൻ പറഞ്ഞ ഏത് കാലഘട്ടത്തിൽ ഇവരിപ്പോഴും ഈ കൈകൊണ്ടൊക്കെ എഴുതിയിട്ട് സീലൊക്കെ ഒപ്പിടുന്ന ഈ അച്ചടിപ്പെട്ട പഴയ കാലം ഉണ്ടല്ലോ. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു വിധിയാണ് ഇതെങ്കിലോ? അല്ലല്ല, ഞാനതിലേക്ക് വരാം. അപ്പോൾ ഇവരെ എന്തോ പഴയ കാലത്താണ് ജീവിക്കുന്നതെന്ന് നമ്മൾ ചിലപ്പോൾ പറയേണ്ടി വരും. ഇവർക്ക് ഈ കമ്പ്യൂട്ടറിൻ്റെ കാലത്താണോ എന്നുള്ള സംശയം ഉണ്ട്. ഇനി അതിനേക്കാളൊക്കെ ഏറ്റവും ഗുരുതരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വാസ് ഓൾസോ സ്പെസിഫിക്കലി സ്റ്റേറ്റഡ് ഇൻ ദ ഡിസ്ചാർജ് സമ്മറി ദാറ്റ് അറ്റ് പ്രസന്റ് ദ പേഷ്യൻറ്റ് വാസ് സിംറ്റോമാറ്റിക്കലി ബെറ്റർ ആൻഡ് ഹിസ് വൈറ്റൽസ് ആർ സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ അയാൾക്ക് യാതൊരു കുഴപ്പമില്ല. അവിടെയാണ് ഈ മജിസ്ട്രേറ്റിന് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പെശക് സംഭവിച്ചത് എന്നാണ് എനിക്ക് പറയാം. ഈ ഇരിക്കുന്ന ഡിസ്ചാർജ് സമ്മറി, ഈ ഡിസ്ചാർജ് സമ്മറിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്. ഞാനത് വായിക്കുന്നില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യത മനസ്സിലായോ? പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഈ മജിസ്ട്രേറ്റിനോട് കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ പല സീനിയർ ഡോക്ടർമാർക്ക് ഇത് അയച്ചു കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, ഇതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു പ്രതിയെ ജയിലിലേക്ക് വിടാൻ പറ്റുമെന്ന് ചോദിച്ചു. അവരെല്ലാവരും എന്നോട് ഐക്യകണ്ഠേന പറഞ്ഞൊരു കാര്യം, ഇതുപോലെ ഗൗരവമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു പ്രതിയെ ഒരു കാരണവശാലും ജയിലിലേക്ക് വിടാൻ പാടില്ല എന്നാണ്. അപ്പോൾ ജയിലിലേക്ക് വിടാൻ പാടില്ലാത്ത തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് ഇതിനകത്തുനിന്ന് വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഈ മജിസ്ട്രേറ്റ് ഈ പ്രതിയെ ജയിലിൽ വിട്ടത്? എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്? ഈ മജിസ്ട്രേറ്റിനാണ് എന്നിട്ടിപ്പോൾ സംഭവിച്ചിരിക്കുന്ന 16 റിമാൻഡ് തടവുകാരുമായിട്ട് ചെറുപ്പക്കാരൻ അവിടെ കിടക്കുകയാണ്. 25 പേരാണ്, 25 പേരുമായിട്ട് അവിടെ കിടക്കുകയാണ്. എന്തെങ്കിലും ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അല്ല, അതെന്തെങ്കിലും അശുഭമായി സംഭവിക്കണമെന്ന് കരുതിയിട്ടാണല്ലോ ഇത്തരത്തിൽ ഭരണകൂടം പെരുമാറുന്നത്. ഞാനത് പറയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായാൽ ആ പ്രത്യാഘാതങ്ങൾ മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത് ഈ മജിസ്ട്രേറ്റ്. കാരണം ഈ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു ഇത്. നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ സുമേഷേ, ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. സ്വാഭാവികമായും ആ സംസ്ഥാന അധ്യക്ഷൻ ആയിട്ടുള്ള ആ പ്രതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഇതിനകത്ത് കൃത്യമായിട്ട് വരുന്നുണ്ട്.
അപ്പം ജുഡീഷ്യറിയുടെയും ജഡ്ജിമാരുടെയും പിന്നെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്താ? അവർ ജുഡീഷ്യറിയുടെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു താല്പര്യവുമില്ല. ചിലപ്പോൾ CPM-കാരനായിരിക്കാം, അല്ലെ CPM-കാരിയായിരിക്കും, അല്ലെ SFI-കാരിയായിരിക്കും, DYFI-കാരിയായിരിക്കും. പക്ഷേ അവർ ജഡ്ജായി കഴിഞ്ഞാൽ പിന്നെ CPM, SFI, DYFI ഒന്നുമില്ല, BJP-യും ഇല്ല, മുസ്ലിം ലീഗും ഇല്ല, കോൺഗ്രസും ഇല്ല. പിന്നെ ഭരണഘടനയും നിയമങ്ങളും മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ അപകടം സംഭവിക്കും. പോയി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ വിധിന്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വിധിന്യായത്തിനകത്ത് പ്രോസിക്യൂഷൻ എന്ത് പറഞ്ഞിരിക്കുന്നു അത് തൊണ്ട തൊടാതെ വിഴുങ്ങിയതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതെ. അതിനേക്കാളൊക്കെ ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കുറ്റം എന്ന് പറഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു ആശുപത്രിയുടെ മെഡിക്കൽ റെക്കോർഡ് ഉണ്ടായിട്ട് ആ മെഡിക്കൽ റെക്കോർഡ് തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രതിയെ ഏകപക്ഷീയമായി ജയിലിൽ അടച്ചിരിക്കുന്നു എന്നത് ഈ ഓർഡറിൽ നിന്നും വ്യക്തമായി തെളിയുകയാണ്. അതുപോലെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കോടതി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന റിപ്പോർട്ട് ഇത് മാനിപ്പുലേറ്റ് ചെയ്തതാണെന്ന് പറയുമല്ലോ അവർ. ഇപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല ഞാൻ പറഞ്ഞത് ഇത് മാനിപ്പുലേറ്റ് ചെയ്തതാണോ അല്ലയോ എന്നുള്ളത് മറുപടി പറയേണ്ടത് ആശുപത്രിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സയൻറ്റിഫിക്കായിട്ട് കാര്യങ്ങൾ മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്. പരിശോധിച്ച ഡോക്ടർമാരുടെ പേര് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ മെഡിക്കൽ റിപ്പോർട്ടാണ് ജഡ്ജി പരിഗണിച്ചതെങ്കിൽ പിന്നെ ജലമജിസ്ട്രേറ്റിന് തെറ്റിപ്പോയി നമ്മൾ പറയേണ്ടി വരും. ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയ ആളുടെ പേരും ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെല്ലാം അക്കൗണ്ടബിൾ ആണ്. അവർ പറയണത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലായി. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വ്യാജമാണെന്ന് പറഞ്ഞവർക്കെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തന്നെ ഇത് കിട്ടിയത് യൂത്ത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുടെ കയ്യിൽ നിന്നാണ്. സ്വാഭാവികമായി ഇത് വ്യാജമാണെന്ന് പറഞ്ഞ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ യൂത്ത് കോൺഗ്രസ് നിയമ നടപടി സ്വീകരിക്കും. അവർ മാനനഷ്ട കേസ് കൊടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ സ്വാഭാവികമായും ഇതുപോലൊരു പിന്നെ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടായിട്ടും ആ മെഡിക്കൽ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ആരോഗ്യ പ്രശ്നമുള്ള ഒരു പ്രതിയെ ജയിലിലേക്ക് അയച്ചാൽ ആ മജിസ്ട്രേറ്റിനെതിരെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറയുന്നില്ല. അത് മേൽക്കോടതി, ഹൈക്കോടതി ഇവരൊക്കെ തീരുമാനിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഈ ജഡ്ജ്മെൻറ്റും ഈ റിപ്പോർട്ടും വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും നടപടിക്ക് ഈ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥ, വനിതയാണ് അവർ വിധേയമാവേണ്ടി വരും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരോഗ്യ പ്രശ്നമുള്ള ഒരു പ്രതിയെ, ആ പ്രതിക്ക് ആരോഗ്യ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ള പരിശോധന നടത്താതെ ഏകപക്ഷീയമായി ആ പ്രതിയെ ജയിലിലേക്ക് വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിഗുരുതരമായിട്ടുള്ളൊരു ഒഫൻസാണ്. ശരിക്കും ജഡ്ജി സ്ഥാനം തന്നെ നഷ്ടപ്പെടാൻ അത് മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നടപടി എടുക്കേണ്ടത് മേൽക്കോടതിയാണ്. അവരതിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ പോലും ശക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഡോക്ടർക്കുണ്ടായി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ല, അത് സ്വാഭാവികമാണ്. അതിലൊന്നും പ്രത്യേകിച്ച് നമ്മളൊന്നും കാണണ്ട. കാരണം അതെല്ലാം ചെയ്യാൻ പ്രാപ്തമായ, അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും റുത്ത്ലെസ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം 4 പ്രതികളുണ്ട്. അതിലൊന്നാം പ്രതി പ്രതിപക്ഷ നേതാവാണ്, രണ്ടാം പ്രതി യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷൻ ഷാഫി പറമ്പിലാണ്, മൂന്നാം പ്രതി A. വിൻസെൻ്റാണ്, നാലാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടം. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രം നടപടി വന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ 4 പേരിൽ ഏറ്റവും ശക്തമായി പിന്നെ ഈ ഗവൺമെൻറ്റിനെതിരെയും പിണറായി വിജയനെയും എതിരെയും എതിർത്തുകൊണ്ട് നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ്. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പം ഞാനിപ്പോൾ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ അവിടെ ചെന്നല്ലോ. അവിടെ ചെന്ന ആ അറസ്റ്റ് പറഞ്ഞാൽ എനിക്ക് ഈ മജിസ്ട്രേറ്റിൻ്റെ അടുത്തൊക്കെയുള്ള പിന്നെ വിമർശനം എന്താണെന്നറിയോ? ഈ കുറ്റം വളരെ ക്രൂരമാണ്, വളരെ സീരിയസ് ആണ് എന്നൊക്കെ ഇവർ പറയുന്നു. അങ്ങനെ പറയുന്ന ഇവർ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാ സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങളിൽ ലംഘിച്ചുകൊണ്ട് വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചിട്ട് ഈ ജഡ്ജി ഈ മജിസ്ട്രേറ്റ് ഒന്നും പറയുന്നില്ല. അവിടെ ചെന്നിട്ട് എല്ലാ ഘട്ടത്തിലും, അതായത് DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞൊരു കേസുണ്ട്. അത് ഈ മജിസ്ട്രേറ്റ് LLBക്ക് പഠിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അത് പഠിക്കാതെ LLB പാസ്സാവാൻ പറ്റില്ല. അതിൽ അറസ്റ്റിന് മുമ്പ് പുലർത്തേണ്ട മാർഗനിർദ്ദേശങ്ങൾ, ഗൈഡ് ലൈൻസ് എന്താണെന്ന് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യണം, ആ എല്ലാ മാർഗനിർദ്ദേശങ്ങളും ലംഘിച്ചുകൊണ്ടാണ് പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് എന്ന് മാത്രമല്ല ഞാൻ അറിഞ്ഞത്.
അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന സമയത്ത് ഓരോ മിനിറ്റിലും മുകളിൽ നിന്ന് കോൾ വന്നു. അമ്മ തന്നെ അത് തുറന്നു പറഞ്ഞല്ലോ. സാർ എന്ന് പറഞ്ഞിട്ട് മനസ്സിലായോ. അതിലൊരു ദിവസം പറഞ്ഞതായിട്ട് ഞാൻ അറിയുന്നത് വെച്ചാൽ ഞാൻ റിട്ടയർ ചെയ്യാൻ 4 മാസമുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഇയാളെ കൊണ്ടുപോയേ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ടാണ്. മനസ്സിലായോ. പക്ഷേ ഇതൊന്നും മജിസ്ട്രേറ്റ് കണ്ടിട്ടുള്ളതായിട്ട് കാണുന്നില്ല. പല പല കാര്യങ്ങൾ ഇപ്പം DYFIക്കാരൻ വന്നിട്ട് പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ തലയടിച്ച് പൊട്ടിക്കുന്നുണ്ട്, കണ്ടിട്ടില്ല. PM മാർഷോ പിന്നെ ഗവർണറെ തെമ്മാടി എന്ന് വിളിക്കുന്നുണ്ട്, അത് കണ്ടിട്ടില്ല. ഇതൊന്നും കാണാത്ത പിന്നെ ഈ മജിസ്ട്രേറ്റ് പ്രോസിക്യൂഷൻ കൊണ്ടുവരുന്ന വാദങ്ങൾ മുഴുവൻ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ട് അവഗണിച്ചുകൊണ്ട് ഒരു പ്രതിയെ ഏകപക്ഷീയമായി ജയിലിലേക്ക് വിടുമ്പോഴാണ് നമുക്ക് ഈ വിധിയിൽ നമുക്ക് പിന്നെ സംശയം ഉണ്ടാവും. ആ സംശയമാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലും ഞാൻ പൊതുമണ്ഡലത്തോട് സംവദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ എന്തായാലും സാർ, ഇത് കേരളത്തിലെ ഓരോ സാധാരണ വ്യക്തികൾക്ക് പോലുമുള്ള ഒരു സംശയം തന്നെയാണത്. കാരണം സമാനമായ സംഭവത്തിൽ PC ജോർജിനെ വീട് വളഞ്ഞ് പിടിച്ചു കൊണ്ടുവന്നപ്പോൾ പോലും കൃത്യമായിട്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. മാത്രമല്ല രൂക്ഷമായ ഒരു പിന്നെ വിമർശനം കോടതിയിൽ നിന്ന് പോലീസിന് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിനു മുമ്പ് പല ഘട്ടങ്ങളിലും. പക്ഷേ ഇതിൽ ഈ ഒരു മജിസ്ട്രേറ്റ് പ്രത്യേകിച്ചും അവരൊരു മുൻവിധിയോടുകൂടി തന്നെയാണ് ഈ ഒരു റിമാൻഡ്. അത് 100% ഞാൻ പറഞ്ഞു. അതിനെക്കുറിച്ചിട്ട് ഞാൻ വിശദമായി പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യങ്ങൾ എനിക്കിതിനകത്ത് ഒരു ഭാഗം കൂടെ പറയാനുണ്ട്. ഇത് ഏറ്റവും ഏകപക്ഷീയമായി നടന്ന ഒരു സംഭവമാണ്. ഇതിൽ ഭരണകൂടം നടത്തിയിട്ടുള്ള ഗൂഢാലോചന വളരെ വ്യക്തമാണ്. ഈ പ്രതിയെ ജയിലിലേക്ക് വിട്ട ജുഡീഷ്യറിയുടെ വിധിന്യായവും വലിയ തോതിൽ വിമർശനത്തിന് വിധേയമാവുകയാണ്. സ്വാഭാവികമായും ഇത് പൊതുമണ്ഡലത്തിൻ്റെ മുന്നിൽ അതേ ഗൗരവത്തിൽ ഉയർത്തേണ്ട ബാധ്യതയും ചുമതലയും ഉത്തരവാദിത്തമുള്ള ആർക്കാ? അത് ഇവിടുത്തെ പ്രതിപക്ഷത്തിനാണ്. പ്രതിപക്ഷം എന്നാൽ എന്താണ് പ്രതിപക്ഷം അതിനകത്ത് ചെയ്തിട്ടുള്ളത്? ഇന്നലെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടല്ലോ, ഇന്നലെ പ്രസ്താവന അയാളുടെ പത്രസമ്മേളനമാണ്. ആ പത്രസമ്മേളനം ഞങ്ങളുടെ ചിരിച്ച് തമാശ പറഞ്ഞ് കളിച്ചുകൊണ്ടാണ് ഇയാൾ പിന്നെ മനസ്സിലായോ. അപ്പം ആ ഒരു പരാജയം ഒരു തവണ കൂടി ജനങ്ങളുടെ മുന്നിലേക്ക് വന്നു. പ്രതിപക്ഷത്തിൻ്റെ ഈ വരിയൊടക്കപ്പെട്ട സ്വഭാവം ഒന്നുകൂടി ജനങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞ് വെളിപ്പെട്ടു എന്നുള്ളത് കൂടി നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കോടതികളെപ്പോലും നമുക്ക് ഒരു സംശയദൃഷ്ടിയോടുകൂടി കേരളത്തിലെ സാധാരണക്കാരനെ നോക്കിക്കാണേണ്ട ഒരവസ്ഥയാണ്. ഒരു മാസങ്ങൾക്ക് മുൻപ് 1-2 മാസങ്ങൾക്ക് മുൻപ് എറണാകുളത്ത് ഗവൺമെൻറ് പ്ലീഡറായിരുന്ന ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന അഡ്വക്കേറ്റ് മനു തൻ്റെ ഒരു പെൺകുട്ടിയെ വളരെ ക്രൂരമായി പീഡിപ്പിച്ചിട്ട് ഇപ്പോഴും ഒളിവിലാണ്. ആ പ്രതിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇതുവരെ. കാരണം സർക്കാരിൻ്റെ ശക്തമായ പിന്തുണ CS അഡ്വക്കേറ്റ് മനുവിന് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വശം. മാത്രമല്ല ഈ മനു ജഡ്ജിയുടെ പാനലിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത കൂടിയുണ്ട്. അപ്പം ഇത്തരക്കാരാണ് ഈ ഇടതുപക്ഷ സഹയാത്രികരായ ഇത്തരക്കാരാണ് സർക്കാരിൻ്റെ ഒരു പിന്തുണ കൊണ്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ സഹായം കൊണ്ട് പല സ്ഥാനങ്ങളിലേക്കും എത്തുന്നവരാണ് ഇത്തരത്തിലുള്ള പല ആൾക്കാരും, നമ്മുടെ പൊതുജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടേണ്ട പല ആൾക്കാരും എന്നുള്ളത് കൂടി ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കാണാം.